നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ചടയമംഗലം മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരികയാണ്. ഇവിടെ നിരവധി രക്ഷാകർത്താക്കൾ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരമാണ് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ രക്ഷാകർത്താക്കൾ എത്തണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞ് ഒരു 10ാം ക്ലാസ് എന്ന് പറയുന്നത് മുൻപൊക്കെ എന്ന് പറഞ്ഞ 10ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നമ്മുടെ കൂട്ടുകാരെ എല്ലാവരെയും നമുക്ക് കാണാൻ കഴിയാതെ പോകാറുണ്ട്. കാരണം നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു പഠിക്കാൻ വരാനുള്ള ഒരു അവസരം അന്നുണ്ടായിരുന്നില്ല. മറിച്ച് ഇപ്പോൾ അങ്ങനെയല്ല. ഇതിൽ പരീക്ഷ എഴുതി പോകുന്ന പല വിദ്യാർത്ഥികൾക്കും ഇവിടെ തിരിച്ചു തന്നെ ഇവിടെ തന്നെ പ്ലസ് വണ്ണിന് ചേരാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അവരുടെ കൂട്ടുകാർക്ക് വീണ്ടും ഒന്നിച്ച് കാണാനും അവരുടെ സൗഹൃദം പങ്കുവെക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളത് തന്നെ അത് ആഹ്ലാദത്തിലാണ്. പരീക്ഷ എഴുതി നിൽക്കുന്ന ഈ മക്കളെ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? എങ്ങനെ ഉണ്ടായിരുന്നോ? അല്ല, എളുപ്പമായിരുന്നോ? ഒന്ന് പറഞ്ഞ പരീക്ഷയെ കുറിച്ച് അനുഭവങ്ങൾ പറഞ്ഞേക്കാം. എന്റെ പേര് മാളവിക. നല്ലതായിരുന്നു, നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു. മാളവിക അല്ലേ സ്കൂളിലെ പൂർവാക്യ താരം? ഇനി എല്ലാവരും ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ പിരിയാൻ പോവല്ലേ? ഞങ്ങൾ സാക്ഷി ടിവി അറിഞ്ഞപ്പോ മോള് തിരുവനന്തപുരത്തേക്ക് മോളുടെ വിദ്യാഭ്യാസ കാലം മാറാൻ പോകുന്നു എന്നറിഞ്ഞു. തിരുവനന്തപുരത്തേക്ക് സുഹൃത്തുക്കളൊക്കെ വിട്ടുപിരിയുമ്പോൾ എങ്ങനെയാണ് മോളുടെ മനസ്സിൽ? സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. സാക്ഷി ടിവിയുടെ എല്ലാ വിദ്യാശംസകളും നേരുന്നു. ഒപ്പം മാളവികയ്ക്കൊപ്പം ഞങ്ങളും ഉണ്ടാകും എപ്പോഴും. മാളവിക ചടയമംഗലത്തിന്റെ അഭിമാനമാണ് എന്ന് തന്നെ പറയാം. ഇപ്പൊ നമ്മുടെ കൂടെ സാക്ഷി ടിവിയോടൊപ്പം ചേർന്നത് മാളവികയാണ്. മോണോ ആക്ഷൻ ഈ കഴിഞ്ഞ സ്കൂൾ കലോത്സവങ്ങളിൽ സബ് ജില്ലാ തലങ്ങളിലൊക്കെ തന്നെ 1ാം സമ്മാനം നേടിയ മാളവികയാണ് ഇപ്പോൾ സാക്ഷി ടിവിയോടൊപ്പം ചേർന്നത്. വളരെ ശാന്തരായി സൗഹൃദങ്ങളെ കൂട്ടുകാരെ പിരിയുന്ന വിഷമം ആണ് മാളവിക നമ്മളോടൊപ്പം പങ്കുവച്ചത്. അവര് പരീക്ഷ കഴിഞ്ഞ് അവരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കണ്ടില്ലേ, അവരെ സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഇതിന്റെ കണ്ടുമുട്ടി യാത്ര ഒരുക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. അവരെല്ലാവരും രക്ഷാകർത്താക്കൾ നിരവധി പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് പുറത്തു വന്ന കൂട്ടുകാരുമായി സൗഹൃദം പങ്കുവയ്ക്കുന്ന ചടയമംഗലം മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങളാണ് സാക്ഷി ടിവി ഇപ്പോൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ ചോദിക്കുന്നുണ്ട്, വീണ്ടും കാണാമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ അവര് പരീക്ഷയൊക്കെ മോനെ പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നോ? സൂപ്പറായിരുന്നോ? ബൈക്ക് പിടിച്ചോ? ഉദ്ദേശം അങ്ങനെയൊന്നുമില്ല. പിന്നെ അവരെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. അവരൊക്കെ ഞങ്ങളൊക്കെ പഠിച്ച് ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ എന്ന് കാണാൻ പറ്റും എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ആ ആശങ്കയ്ക്ക് കാര്യമില്ല. അവർക്ക് പ്ലസ് വണ്ണിന് ഇവിടെ തന്നെ ഏകദേശം 60%-70% കുട്ടികൾക്ക് ഇവിടെ തന്നെ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിയേക്കാം. ഇതില് 1-2 പേര് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരത്തേക്ക് മാറുന്നുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ഇപ്പോ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ അധ്യാപകരുടെ ഓട്ടോഗ്രാഫൊക്കെ വാങ്ങി, സുഹൃത്തുക്കളുടെ ഓട്ടോഗ്രാഫൊക്കെ വാങ്ങി അവരെ സ്കൂളിൽ നിന്നും പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവരെല്ലാവരും വിജയം ചോദിച്ചവരോടെല്ലാം പറയാൻ പറഞ്ഞത് നമുക്ക് പോലെ അറിയാൻ കഴിഞ്ഞത് അവരെല്ലാവരും പരീക്ഷയിൽ 100% വിജയം ഉറപ്പിച്ചുകൊണ്ടാണ്, സന്തോഷത്തിലാണവർ. നമുക്ക് സ്കൂളിലെ അധ്യാപകൻ ശ്രീ സുനിൽ സാറിനോട് ഈ വർഷത്തെ പരീക്ഷയെ കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം.
ഈ വർഷം നമ്മള് കഴിഞ്ഞ 11 വർഷമായി തുടർച്ചയായി 100% വിജയം തെളിയിക്കുന്ന സ്കൂളാണ് ചടയമംഗലം ഗവൺമെന്റ് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ വർഷവും അത് നമ്മൾ നിലനിർത്തും എന്നുള്ള വിശ്വാസമാണ്. കുട്ടികളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതുവരെയുള്ള എല്ലാ പരീക്ഷകളും കുട്ടികൾ എല്ലാവരും മികച്ച രീതിയിൽ എഴുതിയിട്ടുണ്ടെന്നാണ് നമ്മുടെ അഭിപ്രായവും വിലയിരുത്തലുകളും. ഇന്ന് പരീക്ഷയുടെ അവസാന ദിവസമാണ്. കുട്ടികൾ എല്ലാവരുടെയും പേരൻസിനെ നമ്മൾ ഇന്ന് വിളിച്ച് സ്കൂളിലേക്ക് വരുത്തിയിരിക്കുകയാണ്. കുട്ടികളെ നമ്മളെ സുരക്ഷിതമായി വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ പേരൻസും ഇന്ന് വന്നിട്ടുണ്ട്. പേരൻസ് വരാത്ത കുട്ടികളെ ടീച്ചേഴ്സ് തന്നെയാണ് വീടുകളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതുന്നതാണ് കുട്ടികളുടെ ഇതുവരെയുള്ള കുട്ടികളുടെ ഭാവം കണ്ടാലും അതുപോലെ തന്നെ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ വർഷവും നമ്മൾ 100% നേടി ഈ ചടയമംഗലം ഉപജില്ലയിലെ തന്നെ മികച്ച വിദ്യാലയമാകും എന്നുള്ളതിന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. സ്കൂളിലെ അധ്യാപകത്തെ അതെടുക്കാം. ഇപ്പൊ നമുക്ക് പി ടി എ പ്രസിഡന്റിനോട് തന്നെ ഈ വർഷത്തെ പരീക്ഷയെക്കുറിച്ചും സ്കൂളിലെ വിശേഷങ്ങളെ കുറിച്ചും ഒക്കെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ പി ടി എ പ്രസിഡന്റ് ആസ്വാദ അവരുകളാണ് ഇപ്പൊ ചേരുന്നത്. എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ പരീക്ഷയും കുട്ടികളുടെ പരീക്ഷയും? ഈ വർഷത്തെ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ സാധാരണ കുട്ടികൾ ഭീതിയോടെ കണ്ടിരുന്ന മാത്സിലായിരുന്നു, കണക്ക് പരീക്ഷ. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയത് കണക്ക് പരീക്ഷ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായിരുന്നു. അവർക്ക് വളരെ നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ തന്നെ കുട്ടികൾക്ക് വളരെ ലളിതമായ രീതിയിൽ ആൻസർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു കരുതലാണ് നമുക്കുള്ളത്. മാത്രമല്ല നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് 100% വിജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ക്ലാസ് ടൈം കഴിഞ്ഞിട്ടും, അതായത് 4 മണി കഴിഞ്ഞിട്ടും അല്പം വിഷയങ്ങൾ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് നമ്മുടെ സ്കൂളിൽ 100% വിജയം ഉറപ്പുവരുത്താനുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു നമ്മൾ അധ്യാപകരും പി ടി എ ഉൾപ്പെടെ എല്ലാവരും. തീർച്ചയായും അതിന്റെ ഒരു ഫലം ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. നന്ദി, നമസ്കാരം. അത് നമ്മുടെ പി ടി എ പ്രസിഡന്റ് ശ്രീമാൻ ആസാദ് അവറുകളാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹവും 100% വിജയം ഉറപ്പിക്കുകയാണ് സ്കൂളിൽ. അപ്പോ ഈ മറ്റുള്ള ഒരു മറ്റു കോളേജിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇവരൊരു മോഡം ഒരു സുഹൃത്തുക്കൾക്ക് എന്തൊക്കെ എഴുതുന്നുണ്ട്, അതെന്താണെന്ന് നോക്കാം. അതെ 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 യൂണിഫോമിൽ അവരെ യൂണിഫോമിന്റെ കോട്ടിന്റെ കൊണ്ടയിൽ അവരെ കൂട്ടുകാർക്ക് അവരെ സൗഹൃദം പങ്കുവെക്കുകയാണ്. ഇവിടെ പി ടി എയുടെ മുഴുവൻ ആൾക്കാരും കമ്മിറ്റി അംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. പി ടി എയിലുള്ള പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, മറ്റ് അംഗങ്ങളൊക്കെ തന്നെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. വളരെ സമാധാനപരമായി തന്നെ കുട്ടികളെ രക്ഷകർത്താക്കളോടൊപ്പം രക്ഷകർത്താക്കൾ എത്താത്ത കുട്ടികളെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവിടെ നിന്ന് അവരുടെ ടീച്ചേഴ്സ് തന്നെ അവരെ വാഹനത്തിൽ അവരുടെ വീടുകളിൽ എത്തിക്കും എന്നാണ് സുധീർ സാർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ശരി, 100% വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് എം ജി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിന്റെ പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. 100% വിജയമാണ് അവർ പറയുന്നത്. എഴുതിക്കോ നിങ്ങളാ ആ മോളെ മാത്രമേ എഴുതാതെ നിങ്ങൾ കൂടെ എഴുതിക്കോ. ഒട്ടുമിക്ക കുട്ടികളും 11-20 പുറത്തിറങ്ങി അവരുടെ രക്ഷാകർത്താക്കൾ അവരെ ഏകദേശം കുട്ടികളെയും ഇവിടുന്ന് സുരക്ഷിതരായി തന്നെ അവർ പരീക്ഷ കഴിഞ്ഞ് വളരെ സന്തോഷം നിറഞ്ഞവരായി ഇവിടെ നിന്ന് ഈ സ്കൂളിൽ നിന്നും പുറത്തുപോയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് കുട്ടികൾ കൂടി മാത്രമേ ഉള്ളൂ. അല്ല, കുറച്ച് കുട്ടികളുടെ രക്ഷാകർത്താക്കൾ എത്തിച്ചേരാനുള്ള താമസം ഇവിടെ സ്കൂൾ പി ടി എ അറിയിച്ചിട്ടുണ്ട്. കേൾക്കുന്നില്ലേ?
അപ്പോൾ ഇപ്പോൾ വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൽ നിന്നും ഏകദേശം പകുതിയിൽ അധികം കുട്ടികളെ രക്ഷകർത്താക്കൾ വന്ന് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കുറച്ച് പേര് കൂടിയേ ഉള്ളൂ എത്താൻ. ഈ രക്ഷകർത്താക്കൾ എത്താത്ത കുട്ടികളെ ഇതേപോലെ രക്ഷകർത്താക്കൾ കാറിലും സ്കൂട്ടറിലും മറ്റു വാഹനങ്ങളും ഒക്കെ വന്ന് കുട്ടികളെ ഇവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവർ എല്ലാവരും 100% വിജയം ആണ് അവർ പറയുന്നത്. പരീക്ഷ എഴുതിയ എല്ലാവരും പറയുന്നത് ഞങ്ങൾ പൂർണ്ണമായി 100% എല്ലാ വിഷയത്തിലും ഞങ്ങൾ നല്ല മാർക്ക് വാങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മൾ മക്കളെ ഒരു കാര്യം ചോദിക്കട്ടെ, പരീക്ഷയിൽ എങ്ങനെയുണ്ട് വിജയം? എളുപ്പമായിരുന്നു അല്ലേ? എല്ലാ വിഷയത്തിലും കാര്യങ്ങൾ പറ, പരീക്ഷാനുഭവം പറ. അങ്ങനെ സംസാരിച്ച് കേൾക്കണ്ടേ, പ്രേക്ഷകർ കേൾക്കട്ടെ എല്ലാ വിഷയവും. ബാബാ എങ്ങനെ മാർക്ക് എങ്ങനെ പ്രതീക്ഷിക്കുന്നു? എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമുണ്ടായിരുന്നു. എല്ലാ വിഷയത്തിനും A+ പ്രതീക്ഷിക്കുന്നു. മോളെന്താ പറയുന്നു? A+ പ്രതീക്ഷിക്കുന്നു. എല്ലാ വിജയ ആശംസകളും സാക്ഷി TV നേരുകയാണ്. എല്ലാ വിഷയത്തിനും ഫുൾ A+ കിട്ടട്ടെ. എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അപ്പോൾ കണ്ടില്ലേ, കുട്ടികളെല്ലാം നല്ല ആത്മവിശ്വാസത്തിലാണ്. അവർ പറയുന്നത് ഫുൾ A+ കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. അവർക്ക് 100% വിജയ സാധ്യത ആണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇനി കുറച്ച് കുട്ടികൾ, എനിക്ക് തോന്നുന്നു 10-30 കുട്ടികൾക്കകത്ത് മാത്രമേ ബാക്കി എല്ലാ കുട്ടികളെയും അവരെ രക്ഷകർത്താക്കൾ വന്ന് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും തുച്ഛമായ കുട്ടികളെ ഉള്ളൂ. അതിൽ രക്ഷകർത്താക്കൾ വന്നവരുണ്ട്, ഇവിടെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഇനിയും കൂടുതൽ കുട്ടികളൊന്നും തന്നെ പരീക്ഷ എഴുതി എല്ലാവരും ആത്മവിശ്വാസത്തിലുമാണ്. എനിക്കും എന്നേ പറയാനുള്ളൂ. ഞാനും ഈ സ്കൂളിലെ ഒരു പൂർവ്വകാല വിദ്യാർത്ഥി ആയിരുന്നു. ഞാനും ഇതേപോലെ പരീക്ഷ എഴുതുമ്പോൾ അന്നൊക്കെ ഞങ്ങൾക്ക് വളരെ പ്രയാസം ആണ് അനുഭവപ്പെടുന്നത്. കാരണം വേറൊന്നുമല്ല, പരീക്ഷ എഴുതിയിട്ട് പ്രയാസമല്ല, ഞങ്ങൾ പല സുഹൃത്തുക്കളെയും പിന്നീട് നമുക്ക് ഇതേപോലെ ഒരു അങ്കണത്തിൽ കാണാൻ പറ്റില്ല. ഇന്നത്തെ കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ തന്നെ വീണ്ടും അഡ്മിഷൻ ലഭിച്ച് +1 ചേരുമ്പോൾ ഇതിൽ ഒത്തിരി കൂട്ടുകാർ വീണ്ടും ഇവിടെ വെച്ച് കണ്ടുമുട്ടാൻ സാധ്യതകളുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ ഇതേപോലെ എഴുതുകയല്ല ചെയ്തത്, മഷിക്കുടയിൽ എന്ന് പറയുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു. അതൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തിരുന്നത്. ഇതും അവരങ്ങനെ തന്നെ അവരെ കൂട്ടുകാരെ അവരെ സന്തോഷമാണ് പങ്കുവെക്കുന്നത്. പരീക്ഷ എഴുതിയത് എല്ലാ ആത്മവിശ്വാസത്തിനും. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. എന്റെ മാർക്ക് എങ്ങനെ പ്രതീക്ഷിക്കുന്നു? പരീക്ഷ എഴുതിയാണെന്ന് അറിയില്ല, എത്ര മാർക്ക് കിട്ടും? കിട്ടുമായിരിക്കുന്നോ? ഉറപ്പിച്ചു പറ, കിട്ടുമോ കിട്ടത്തില്ലയോ? കിട്ടും. അപ്പോൾ എല്ലാ വിജയ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. എല്ലാ വിഷയത്തിനും A+ കിട്ടട്ടെ എന്നാഗ്രഹിക്കുന്നു. മോളുടെ പേരെന്താണ്? അല്ല ഫാത്തിമ. വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കൾ വന്നില്ല. വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണല്ലേ? വരാത്തവരെ അധ്യാപകർ അവരെ വാഹനത്തിൽ കൊണ്ടുപോകുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ശരി, എല്ലാ ആശംസകളും. എന്തു പറയുന്നു? ഒന്നും പറയാനില്ല. അപ്പോൾ ഇനി കുറച്ച് കുട്ടികൾ മാത്രമാണ് നമ്മുടെ ഈ സ്കൂളിൽ ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ളവരെയും വാഹനങ്ങളിൽ വന്ന് രക്ഷകർത്താക്കൾ കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. രക്ഷകർത്താക്കളും അതുപോലെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം തൊട്ടടുത്ത വിദ്യാർത്ഥികളുടെ രക്ഷകർത്താവ് വരാത്തത് കൊണ്ടാണ് അവരോട് വെയിറ്റ് ചെയ്തത്. അവരിവിടെ വന്നു കഴിഞ്ഞ് മക്കളുമായിട്ട് പോകുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ പരീക്ഷ എഴുതി പുറത്തിറങ്ങിയ ഭൂരിഭാഗം പെൺകുട്ടികളും
അവർ പറയുന്നത് നല്ല മാർക്കോടുകൂടി ഫുൾ A+ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. എല്ലാവർക്കും അങ്ങനെ തന്നെ A+ കിട്ടട്ടെ. ഇനിയും ഉള്ള വിദ്യാർത്ഥികളെ കൊണ്ടുപോകാനായിട്ടാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. രക്ഷകർത്താക്കൾ എത്താത്ത കുട്ടികളെ തീർച്ചയായും സ്കൂൾ ബസ്സിൽ കൊണ്ടുപോകും എന്നാണ്, അല്ലെങ്കിൽ സ്കൂളിലെ വാഹനത്തിൽ അല്ലെങ്കിൽ അധ്യാപകരുടെ വാഹനത്തിൽ കൊണ്ടുപോകും എന്നാണ് നമ്മൾ ശശി ടിവിയോട് പറഞ്ഞിരുന്നത്. എന്നാലും ഇപ്പോൾ ഇനി കുറച്ച് വിദ്യാർത്ഥികൾ, ഒരു 10-15 വിദ്യാർത്ഥികൾ മാത്രമേ ഇപ്പോൾ സ്കൂൾ അങ്കണത്തിൽ ഉള്ളൂ. എല്ലാവരും തന്നെ ഇവിടുന്ന് അവരുടെ വീടുകളിലേക്ക് പരീക്ഷ പോയി കഴിഞ്ഞിരിക്കുന്നു. മറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവരുടെ രക്ഷകർത്താക്കൾ വന്ന് സ്കൂളിൽ നിന്ന് അയക്കൂ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ PTA തീരുമാനം അങ്ങനെ തന്നെയായിരുന്നു. അവിടുന്ന് അവരെ രക്ഷകർത്താക്കൾ വന്നു തന്നെയാണ് അവരെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചറേ, ഒരാളോടുകൂടി ഈ പരീക്ഷയുടെ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാനുള്ളത്. അത് മറ്റാരുമല്ല, ഈ സ്കൂളിൻ്റെ പ്രഥമ അധ്യാപിക മായ ടീച്ചറിനോട് നമുക്ക് ചോദിക്കാം. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, കുട്ടികളുടെ എങ്ങനെയാണ് പ്രതീക്ഷ എന്നുള്ളത് ചോദിക്കാം. ടീച്ചറെ നമസ്കാരം. എങ്ങനെയാണ് കുട്ടികളുടെ പ്രതീക്ഷ? ഈ വർഷത്തെ SSLC റിസൾട്ട് നല്ല റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. തന്നെ സോഷ്യൽ സ്റ്റഡീസിന്റെ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ കുട്ടികൾ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ വന്നു. ബാക്കിയുള്ളതെല്ലാം തന്നെ നല്ല ക്വസ്റ്റ്യൻസായിരുന്നു. കുട്ടികളെല്ലാം നല്ല പ്രതീക്ഷയിലാണ്. നല്ല വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാ വിജയാശംസകളും സാക്ഷി TV നേരുന്നു. സ്കൂളിൽ 100% വിജയം ഉണ്ടാകട്ടെ. ഈ ചടയമംഗലത്തിന് ഒരു അഭിമാനമായി സ്കൂൾ മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ആശംസകളും. നമ്മളോട് ഇപ്പോൾ പ്രതീക്ഷിച്ചത് സ്കൂളിന്റെ പ്രഥമ അധ്യാപിക മായ ടീച്ചറും പറയുന്നത് 100% വിജയം സ്കൂളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഒരു വിഷയത്തിൽ ഒരു സബ്ജക്ട് മാത്രമാണ് ഇത്തിരി ആശങ്ക പോകുന്നത്. അത് കാരണം കുട്ടികൾ പ്രതീക്ഷിച്ചില്ല, ഒരു ചോദ്യം അങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്നാണ് മായ ടീച്ചർ പറയുന്നത്. എന്നാലും അതിലും ഒന്നും ഒരാശങ്കയും വേണ്ട, 100% വിജയം ഉണ്ടാകും, സ്കൂളിലെ 100 മേനി വിളയും എന്ന് തന്നെയാണ് ടീച്ചറുടെ അഭിപ്രായം. ഇനി ഇവിടെ കുറച്ച് കുട്ടികൾ, ഒരു 10-15 കുട്ടികൾക്കകത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കുട്ടികളെല്ലാം അവരുടെ രക്ഷാകർത്താക്കൾ വന്ന് കൊണ്ടുപോയി കഴിഞ്ഞു. അധ്യാപകർ സജീവമായിട്ടാണ് ഏറ്റവും വലിയൊരു വിജയം. ഈ സ്കൂളിലെ GHSSലെ അധ്യാപകർ, അനുസാറാകട്ടെ, സെമിസ്റ്ററാകട്ടെ, അതേപോലെ മായ ടീച്ചറാകട്ടെ, അങ്ങനെ മുഴുവൻ അധ്യാപകരും വളരെ സജീവമായി നിന്ന് അവരെ വീട്ടിലെത്തിക്കുന്നതിനും അവരുടെ പരീക്ഷാ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാക്ഷി TV ഈ സ്കൂളിനും ഈ സ്കൂൾ പരീക്ഷയിലെ വിദ്യാർത്ഥികൾക്കും ഒപ്പം അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന സമർത്ഥരായ അധ്യാപകർക്കും ആശംസകൾ അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.